മലപ്പുറം കരുവാരക്കുണ്ട് മഞ്ഞൾപ്പാറയിൽ കണ്ടത് ആളെക്കൊല്ലി കടുവയുടെ കാൽപ്പാടെന്ന് വനം വകുപ്പ്. ഇതോടെ ആശങ്കയിലാണ് ഈ പ്രദേശം. പ്രദേശത്ത് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഗഫൂർ കൊല്ലപ്പെട്ട മലയോരത്തിന്റെ മറുവശമാണ് ഇപ്പോൾ കടുവയുടെ കാൽപാദം കണ്ടെത്തിയ സ്ഥലം. കാളികാവ് ആളെക്കൊല്ലി കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. വനം വകുപ്പ് ക്യാമറകൾ വെച്ച മലയുടെ മറുവശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഇതേ കടുവയുടെ കാൽപ്പാടുകൾ തന്നെയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ പ്രദേശത്താണ്. മഞ്ഞൾപ്പാറ എന്ന മേഖലയാണിത്. ഇവിടെ അല്പസമയം മുൻപ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്തിന്റെ ഭൂഘടന ഒരു യു ഷേപ്പിലാണ് ഈ ഒരു മലനിരകൾ അല്ലെങ്കിൽ ഈ കുന്നും പ്രദേശം കിടക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതായത് ഗഫൂറിനെ കടുവ കൊന്നത് ഇതേ വഴിയുടെ മറുവശത്തുള്ള മലയുടെ ഭാഗത്താണ്. ഇവിടെയുള്ള അയൽവാസികൾക്ക് കൂടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. 500 കുടുംബങ്ങൾ ഇതുകൊണ്ട് വളരെ പരിതാപകരത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. കഷ്ടപ്പാടും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ടാപ്പിങ്ങിൽ പണിയെടുക്കുന്നില്ല. ഒരു തള്ളിയും കുഞ്ഞും കടുവ 4 ദിവസം മുന്നേ ഇവിടെ സിറ്റിയിൽ വന്നിട്ട് തള്ള കടന്നുറങ്ങുകയാണ്. കുട്ടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ പണിക്കാർ മണ്ടി, ടാപ്പിങ്ങേരും മണ്ടി. ഇപ്പം 4 ദിവസത്തിൽ ടാപ്പിങ്ങേർ തോട്ടത്തിൽ പണിയെടുക്കണില്ല. ഇവിടെ ഒരു വർഷത്തോളമായിട്ട് കടുവൻ്റെ സാന്നിധ്യം നിത്യമാണ്. പലവട്ടം ഓല അറിയിച്ചിട്ടും ഒരു വന്നു പോകാന്നല്ലാതെ ഒരു ആഭാസമായിക്ക് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രൂപത്തിൽ വന്നു പോകാന്നല്ലാതെ അതിൻ്റെ മുൻകരുതലായിട്ട് എടുക്കലോ ജനങ്ങളെ ബോധപ്പെടുത്താനോ ഒരു തയ്യാറാണല്ല. ഈ ഒരു മേഖലയിലൂടെയാണ് കടുവ ഇത് കടന്നു പോയിട്ടുള്ളതെന്ന് സ്ഥിരീകരിക്കാൻ ഈ ഒരു പഗ് മാർക്കുകൾ അത് ധാരാളമാണ്. അത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. കടുവയുടെ കാൽപാദം, ഇത് കടുവയുടെ കാൽപാദം തന്നെയാണ്. അതായത് ഗഫൂറിനെ കൊന്ന അതേ കടുവയുടെ കാൽപാദമാണെന്ന് വനം വകുപ്പ് ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം കടുവ കടന്നു പോയിട്ടുള്ളത് ഈ മലയുടെ മുകൾ ഭാഗത്തേക്കാണ്. നമുക്ക് ആ പ്രദേശം കൂടി കാണാൻ കഴിയും. ഇവിടെ നേരെ വന്ന് ഇതിലൂടെ വന്ന് ഇതുവഴിയാണ് കടുവ മുകളിലേക്ക് കയറിപ്പോയത് എന്ന് സ്ഥിരീകരിക്കാൻ ഇവിടെയും അതിൻ്റെ കാൽപാദം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും. അപ്പം അങ്ങനെ ഈ ഒരു കടുവയുടെ സഞ്ചാരപഥം അത് ഇപ്രകാരമാണ്. നേരത്തെ വനം വകുപ്പ് ഈ ഒരു പ്രദേശത്തേക്ക് നിരീക്ഷണം വ്യാപിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കാൽപാദം കൂടി ഇവിടെ സ്ഥിരീകരിച്ചതോടെ കടുവ ഈ മേഖലകളിലൂടെ കടന്നു പോകുന്നു എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇവിടെയും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും കടുവ അത് ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചെങ്കിലും അതിന് സഞ്ചാരപഥം ഇതുവരെ വ്യക്തമായിരുന്നില്ല. ഇപ്പോൾ അതുകൂടി കൃത്യമായ സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് കൂടി അതിനുവേണ്ടിയുള്ള തെരച്ചിൽ വനം വകുപ്പ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നരഭോജി കടുവയെ കൊല്ലണമെന്ന് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിമോൾ. കടുവയെ പിടിക്കാത്തതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. ഭയപ്പാടോടെയാണ് ജനം കഴിച്ചുകൂട്ടുന്നത്. നിലവിൽ കാൽപ്പാടുകൾ കണ്ട ഭാഗം ജനവാസ മേഖലയാണെന്നും ഷിജിമോൾ പറഞ്ഞു. ഇത് ഒരു സ്ഥലത്തുനിന്ന് കണ്ടു, പിന്നെ കുറച്ച് അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ കണ്ടു എന്ന് പറയുമ്പോൾ ആളുകൾ ഇപ്പൊ എത്രത്തോളം ഭയാനകമായിട്ടാണ് അവിടെ ജീവിക്കണത് എന്നുള്ളത് നമുക്ക് അങ്ങനെ ഊഹിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച പോലെ തന്നെ അവിടെ കുറച്ചൊക്കെ ജനവാസ മേഖല ഉണ്ട് താനും. അപ്പൊ ഈ ആളുകൾക്ക് ഇത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി എന്ന് പറയുമ്പോൾ ഇത് എങ്ങടാ അവര് പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ജീവിക്കുക എന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ട്. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി. മലയോര ജനതയെ സർക്കാർ കാണുന്നത് വന്യമൃഗങ്ങളുടെ ഭക്ഷണമായാണ്. തീക്കൊള്ളികൊണ്ട് തലചൊറിയാൻ വനംവകുപ്പ് ശ്രമിക്കരുത്. 924 പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദി നിഷ്ക്രിയത്വം തുടരുന്ന സർക്കാരാണെന്നും ജോസഫ് പാംബ്ലാനി പറഞ്ഞു. വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് മലയോര ജനതയെ കരുതുന്ന ഒരു സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഞാൻ കൽപ്പറ്റയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ സർക്കാരിനോട് പറയുന്നതിനേക്കാളും ഫലം കിട്ടും നമ്മെ കൊന്നു തിന്നാൻ വരുന്ന കടുവായുടെയും പുലിയുടെയും മുമ്പിൽ ചെന്ന് കൈകൂപ്പി പറഞ്ഞാൽ അതുങ്ങൾക്ക് ഇവയേക്കാളും ആത്മാർത്ഥതയും ലജ്ജയും ഉണ്ടാകും. ഒരുപക്ഷെ അവ നമ്മളെ സംരക്ഷിച്ചെന്നിരിക്കും.